ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിറ്റർമിനൻസുമായി ബന്ധപ്പെട്ട അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പഠിച്ചു. ഏകദേശം 6 പ്രോപ്പർട്ടീസ് പഠിച്ചു. ഇന്ന് നമ്മൾ ആ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് ചില പ്രോബ്ലംസ് ചെയ്യാൻ പോവാണ്. ഡിറ്റർമിനൻസിനകത്ത് ആ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് ചെയ്യേണ്ട പ്രോബ്ലം, അതിന്റെ നേച്ചർ, അതെങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻസ് വരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ എക്സസൈസിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് കുറെ എക്സാമ്പിൾസ് ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാം. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്: ഷോ ദാറ്റ് ഡിറ്റർമിനന്റ് എ ബി സി എ പ്ലസ് 2x ബി പ്ലസ് 2y സി പ്ലസ് 2z എക്സ് വൈ ഇസഡ് ഈക്വൽ ടു 0. നമുക്ക് ഈ ഡിറ്റർമിനന്റിന്റെ വാല്യൂ 0 ആണെന്ന് പ്രൂവ് ചെയ്യും. നമുക്ക് വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്ത് നോക്കി നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് എത്തിച്ചേരാം. അപ്പൊ കുറെ സ്റ്റെപ്പുകൾ ചെയ്യേണ്ടി വരും. ഇത് ചെയ്യാതെ ഡയറക്റ്റ് എക്സ്പാൻഷൻ നടത്താതെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് ഇത് എങ്ങനെ ചെയ്യുന്നു, അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഡിറ്റർമിനന്റ് കൺസിഡർ ചെയ്യുന്നു. എന്തായിരുന്നു? എ ബി സി a plus 2x b plus 2y c plus 2z x y z equal to നമ്മൾ പഠിച്ചൊരു പ്രോപ്പർട്ടിക്കകത്ത് ഏതെങ്കിലും ഒരു റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളം രണ്ട് ടേംസുകളുടെയൊക്കെ സം ആയിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാന്ന് പഠിച്ചായിരുന്നു അല്ലെ. അപ്പൊ ആ പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇതിനെ രണ്ട് ഡിറ്റർമിനന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെയാ? എ ബി സി A, B, C, X, Y, Z പ്ലസ് അടുത്തത് എങ്ങനെയാ? A, B, C, 2X, 2Y, 2Z, X, Y, Z. ശരിക്കും നമുക്ക് ആൻസർ ആയി. ഇനിയിപ്പോ ഒന്നും ചെയ്യാനൊന്നുമില്ല. നമുക്ക് ഇതിന്റെ റിസൾട്ട് 0 എന്നാ കിട്ടേണ്ടത് അല്ലെ. ഇവിടെ നമ്മൾ വീണ്ടും ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നു. എന്താ? ഏതെങ്കിലും രണ്ട് റോസ് ഐഡന്റിക്കൽ ആണ്, ഈക്വൽ ആണെങ്കിൽ ഡിറ്റർമിനന്റ് വാല്യൂ എന്താണെന്നാ പഠിച്ചിരിക്കുന്നത്? 0 ആണ്. അപ്പൊ ഇവിടെ എ ബി സി, ഇവിടെ എ ബി സി. അപ്പൊ ഇതിന്റെ വാല്യൂ എന്തോ 0. പ്ലസ് നോക്കിയേ, ഇവിടെ 2x 2y 2z x y z. ഇവിടെ രണ്ടും പ്രൊപ്പോർഷണൽ അല്ലേ? കാര്യം ഈ റോയെ ഒരു പർട്ടിക്കുലർ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടല്ലേ ഇത് കിട്ടുന്നത്. അപ്പോ രണ്ട് റോസ് പ്രൊപ്പോർഷണൽ ആയാലും ഡിറ്റർമിനന്റ് വാല്യൂ എന്താണ്? 0 ആണ്. അല്ലെങ്കിൽ നിങ്ങൾ നോക്കുക, ഈ റോയിൽ നിന്ന് ഒരു 2 ഇങ്ങ് കോമൺ എടുക്കാം. 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ എ ബി സി എക്സ് വൈ സെഡ് അപ്പോഴും രണ്ടെണ്ണം എന്ത് ചെയ്യുന്നുണ്ട്? ഈക്വലോ. അപ്പൊ വേണ്ട, നമുക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ട്. പ്രൊപ്പോർഷൻ ഉള്ള കേസ് തന്നെ അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഇതിന്റെ വാല്യൂ 0, ഫൈനൽ റിസൾട്ട് എന്ത് കിട്ടും? 0. അങ്ങനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാതെ തന്നെ, അതായത് ഏതെങ്കിലും റോയോ കോളം കൊണ്ടോ എക്സ്പാൻഡ് ചെയ്യാതെ തന്നെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ട് ഇതിന്റെ വാല്യൂ എന്താണെന്ന് തെളിയിച്ചു? 0 ആണെന്ന് തെളിയിച്ചു. പിടി കിട്ടുന്നുണ്ടോ? ഓക്കെ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പ്രതീക്ഷിക്കാവുന്നത്, ഈ സെക്ഷനിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത്. ഓക്കെ, അപ്പോ നമ്മള് ഇത്തരത്തിലുള്ള അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാൻ പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ചും കൂടെ ഒരു കാര്യങ്ങൾ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിറ്റർമിനന്റ് എ പ്ലസ് ബി എ പ്ലസ് ബി പ്ലസ് സി then 2a 3a 3a plus 2b then 6a plus 3b 4a plus 3b plus 2c 4a plus 3b plus 2c 4a plus 3b plus 2c 10a 6b 10a plus 6b plus 3c. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: പ്രൂവ് ദാറ്റ് ദിസ് വൺ ഇസ് ഈക്വൽ ടു a ക്യൂബ്. ഈ ഡിറ്റർമിന്റെ വാല്യൂ a ക്യൂബ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോ നമുക്കിങ്ങനെ കുറെ പ്രോബ്ലംസ് ശരിക്കും ഇത്തരം പ്രൂഫ് പറഞ്ഞുകൊണ്ട് വരും. ഇത്തരം പ്രൂഫുകൾ ചെയ്യാനുള്ള ഒരു സിമ്പിൾ മെത്തേഡ് ഞാൻ പറയാം. നമ്മളിത് എങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ ആൻസറിലേക്ക് എത്തിച്ചേരുന്നത് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഏതെങ്കിലും റോസിൽ അല്ലെങ്കിൽ കോളത്തില് മാക്സിമം നമ്പർ ഓഫ് സീറോസ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാൽ മതി. ആ സീറോസ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ആൻസറിലേക്ക് നിങ്ങൾ എത്തിച്ചു വരും. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ എന്റെ ആൻസറിലേക്ക് വരും.
അപ്പൊ മാക്സിമം നമ്പർ ഓഫ് സീറോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ഡിറ്റർമിനന്റിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ മാക്സിമം സീറോസ് ഉള്ള റോയിലോ കോളോ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോഴായിരിക്കും അത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോ ഇതിനകത്ത് ഏതെങ്കിലും റോയോ കോളോ അല്ലെങ്കിൽ മാക്സിമം ഈ ഡിറ്റർമിനകത്ത് തന്നെ മാക്സിമം സീറോസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റുമോ അത്രയും ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എന്ത് കിട്ടും? പെട്ടെന്ന് കിട്ടും. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന ഇതാണ്. അപ്പൊ ഇതിന്റെ വാല്യൂ a ക്യൂബ് എന്നല്ലേ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് പ്രോപ്പർട്ടീസ് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ഡിറ്റർമിനകത്ത് നമ്മൾ മെട്രിക്സിന്റെ കൂട്ടുള്ള എലമെന്ററി ഓപ്പറേഷൻ തുടങ്ങി കഴിഞ്ഞാൽ റോ ഓപ്പറേഷൻ നടത്തിയാൽ പിന്നെ കോളം ചെയ്യാൻ പറ്റത്തില്ല, കോളം നടത്തിയാൽ റോ ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനൊന്നുമില്ല. ഇവിടെ ഒരു റോ ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ വേണമെങ്കിൽ കോളം ചെയ്യാം. പിന്നെ 2 or 3 കോളം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ റോ ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഒരു റോ കഴിഞ്ഞിട്ട് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ അതിന് ഈക്വൽ ആയിട്ട് നമ്മൾ ഡിറ്റർമിനന്റ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വീണ്ടും അടുത്ത ഓപ്പറേഷൻസ് കാര്യങ്ങൾ നടത്താം. അപ്പൊ പ്രോപ്പർട്ടീസ്, അപ്പൊ ഓപ്പറേഷൻ അല്ല, ഇവിടെ പ്രോപ്പർട്ടീസ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഓപ്പറേഷൻ ആയിട്ടല്ല കണക്കാക്കേണ്ടത്, അത് ഓപ്പറേഷൻ തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരു എന്ത് ചെയ്യുന്നുണ്ട്? പ്രോപ്പർട്ടി ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ കൂടുതലും നമുക്ക് ഏതായിരുന്നു ആ ലാസ്റ്റ് എലമെന്ററി ഓപ്പറേഷൻ ഈക്വൽ ആയിട്ടുള്ളതാണ്. ഏതെങ്കിലും ഒരു റോയെ അല്ലെങ്കിൽ കോളത്തെ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ആയിട്ട് മറ്റൊരു റോയുടെ കൂടെ ആഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാലും ഡിറ്റർമിന്റെ വാല്യൂവിന് ഒരു ചേഞ്ചും വരത്തില്ല. ഓക്കെ, ഈക്വൽ ടു a ക്യൂബ് എന്ന് അപ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് വരാം. അപ്പോ ഞാൻ ഈ a ഉപയോഗിച്ചിട്ട് ഇത് രണ്ടും സീറോ ആക്കും. എങ്ങനെയാ സീറോ ആക്കുന്നത്? R2ന്റെ ഈ ടേം സീറോ ആകണമെങ്കിൽ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് സീറോ ആകണമെങ്കിൽ 2 എലമെന്റ് സീറോ ആണെങ്കിൽ എങ്ങനെയാണ്? ഫസ്റ്റ് റോയെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സെക്കൻഡ് റോയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്താൽ പോരെ. ഓക്കെ, അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് R2 ഇംപ്ലൈസ് R2 മൈനസ് 2R1. അതേപോലെ R3 ആണെങ്കിലോ ഇവിടെ സീറോ ആകണമെങ്കിൽ ഫസ്റ്റ് റോയെ തന്നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നോക്കി രണ്ടിടത്തും ഞാൻ R1 ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഒറ്റ സ്റ്റെപ്പിൽ ഇത് ചെയ്തു പോകുന്നത്. ഓക്കെ, അപ്പോ R3 ഇംപ്ലൈസ് R3 മൈനസ് 3R1. ഇവിടെ രണ്ടിടത്ത് നമ്മൾ R1 ഓപ്പറേഷന് വേണ്ടി ഉപയോഗിച്ചത് കൊണ്ടാണ് രണ്ടും ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ചെയ്യാൻ പറ്റിയത്. ഇല്ല ഒരിടത്ത് R1 ഒരിടത്ത് R2 ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ രണ്ടായിട്ട് തന്നെ ചെയ്യണം കേട്ടോ. കാര്യം ആദ്യത്തെ ചേഞ്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ വരുന്നത്. കാര്യം ഇവിടെ R2 ചേഞ്ച് ചെയ്യുമ്പോൾ അത് R1നെ ഒരു രീതിയിലും ബാധിക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് വീണ്ടും R1 ഉപയോഗിച്ചിട്ട് അടുത്ത ഓപ്പറേഷൻ നടത്താൻ പറ്റിയത്. അതുകൊണ്ട് ആ രണ്ട് സ്റ്റെപ്പുകളും ഒന്നാക്കി നമ്മൾ എഴുതും. നമ്മൾ ഇത് തന്നെ മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിച്ച സമയത്ത് നമ്മൾ ചെയ്തിട്ടുള്ളതാ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് റോയ്ക്ക് ചേഞ്ച് ഒന്നുമില്ല. എന്താണ്? a പ്ലസ് ബി, a പ്ലസ് ബി പ്ലസ് സി. ഓക്കെ ആണല്ലോ. ഇവിടെ എന്ത് സംഭവിക്കും? സീറോ ആവും അല്ലെ. ഇനി ഇവിടെ ആണെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ആയിട്ട് സബ്ട്രാക്ട് ചെയ്യുന്നു. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2a 2b ആണ്. 3a മൈനസ് 2a എന്ന് പറയുന്നത് എത്ര കിട്ടും? a ആണ്. 2b മൈനസ് 2b 0 ആയിപ്പോ. ഇവിടെ എല്ലാം 4a മൈനസ് 2a എന്ത് കിട്ടും? 2a. 3b മൈനസ് 2b b. 2c മൈനസ് 2c 0 ആയിപ്പോ. ഇവിടെ ആണെങ്കിൽ 0, 3 കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ 3a. 6a മൈനസ് 3a 3a ആണ്. 3b മൈനസ് 3b 0 ആയി പോവും. ദെൻ ഇവിടെ ആണെങ്കിലോ 3 കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 10a മൈനസ് 3a 10a മൈനസ് 3a എന്ന് പറയുമ്പോഴാ അവിടെ 7a ആണ്. 6b മൈനസ് 3b പ്ലസ് 3b ദെൻ 3c മൈനസ് 3c 0. അപ്പോ ഫസ്റ്റ് ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തപ്പോ നമുക്ക് കിട്ടിയത് ഇതിന് ഈക്വൽ ആയിട്ട് കിട്ടിയത് ഇതാണ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇനി വേണമെങ്കിൽ ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളം കൊണ്ട് എക്സ്പാൻഡ് ചെയ്ത് വേണമെങ്കിൽ ആൻസർ എഴുതാം. ഇത് നമുക്ക് കുറച്ചും കൂടെ സീറോസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, ഈ a ഉപയോഗിച്ചിട്ട് ഇത് സീറോ ആക്കിക്കൂടെ? അതെങ്ങനെയാ? R3 ഇംപ്ലൈസ് R3 മൈനസ് 3R2 ചെയ്യുമ്പോ ഇത് സീറോ ആവത്തില്ലേ? ഓക്കെ, അപ്പൊ ഫസ്റ്റിനും സെക്കൻഡിനും ഒരു ചേഞ്ചും ഉണ്ടാവത്തില്ല. a പ്ലസ് ബി, a പ്ലസ് ബി പ്ലസ് സി 0, a 2a പ്ലസ് ബി. ഇവിടെയാണെങ്കിൽ 0, ഇതും എന്താവും? 0 ആകും. ഇനി 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സബ്ട്രാക്ട് ചെയ്യുക. 3 കൊണ്ടാകുമ്പോ ഇവിടെ 6a അല്ലേ? 7a മൈനസ് 6a a. ഇവിടെ 3b ആണ്. 3b മൈനസ് 3b 0. ഓക്കെ, അപ്പൊ മെട്രിക്സ് നമുക്ക് ഡിറ്റർമിനന്റ് നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇനിയിപ്പോ മതി, ഇതിന്റെ ആവശ്യമേ ഉള്ളൂ. ഇനി എക്സ്പാൻഡിങ് അലോങ് ഫസ്റ്റ് കോളം കൊണ്ട് ഞാൻ എക്സ്പാൻഡ് ചെയ്തു. അപ്പൊ a കൊണ്ട് മാത്രം ചെയ്തത്, ബാക്കി രണ്ടും 0 into 0 into എന്നാ വരുന്നത്. പിന്നെ അത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. a ഇൻറ്റു റോയും കോളം ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എന്ത് കിട്ടും? a ഇൻറ്റു a സ്ക്വയർ മൈനസ് 0 ഇൻറ്റു ഈ നമ്പർ എന്ത് കിട്ടത്തുള്ളൂ? 0. ഇനി അടുത്തത് മൈനസ് 0 ഇൻറ്റു അടുത്തത് പ്ലസ് 0 ഇൻറ്റു വരും. അതിന് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്ത് കിട്ടും? a ഇൻറ്റു a സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു a ക്യൂബ്. എല്ലാവർക്കും നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? a ക്യൂബ് എന്ന് കിട്ടും.
പിടികിട്ടുന്നുണ്ടോ? വളരെ എളുപ്പമാണ്. ആ പ്രോപ്പർട്ടീസ് കൃത്യമായിട്ട് അപ്ലൈ ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് ഈ ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റും. പക്ഷെ ഇത്ര എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് ഒരു പ്രൂഫ് വരുമ്പോൾ മാക്സിമം സീറോ നമ്മൾ നോക്കി. ഇവിടെ നമ്മൾ ചെയ്ത് മാക്സിമം സീറോസ് ഉണ്ടാക്കി എടുക്കാൻ നോക്കി. അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ആൻസറിലേക്ക് എത്തിച്ചത്. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ 1A BC 1B CA. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ വന്നിട്ട് നമുക്ക് അതിന് മുമ്പ് മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. X plus Y, Y plus Z, Z plus X, Z X Y, Z X Y 1 1 1 ഈക്വൽ ടു 0 എന്നാ അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പോ ഇവിടെ നമുക്ക് പല രീതിയിൽ ചെയ്യാം. കുറച്ച് നിങ്ങളുടെ ലോജിക്കും കൂടെ അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈ 1 ഉപയോഗിച്ച് രണ്ടും വേണമെങ്കിൽ 0 ആക്കാം. പക്ഷെ അതിനേക്കാൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ ഇത് ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കിട്ടും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏതെങ്കിലും രണ്ട് റോസ് അല്ലെങ്കിൽ കോളംസ് ഈക്വലോ അതുപോലെ എന്ത് ചെയ്തു പ്രൊപ്പോർഷണലോ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതിന്റെ വാല്യൂ 0 ആണെന്ന് കിട്ടും. അല്ലെ? നമുക്ക് ഇതിന്റെ വാല്യൂ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഷോ ദാറ്റ് ദിസ് വൺ ഇസ് ഈക്വൽ ടു 0 എന്നായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്. ഇതിന്റെ വാല്യൂ 0. നമുക്ക് ഡയറക്റ്റ് എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 0 എന്ന് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ചിന്തിക്കാം, എന്നാ പിന്നെ ഡയറക്റ്റ് അങ്ങ് എക്സ്പാൻഡ് ചെയ്താൽ പോയി. ഡയറക്റ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറെ സമയം എടുക്കും. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടീസ് കൃത്യമായിട്ട് അപ്ലൈ ചെയ്താൽ അതിന്റെ പകുതി സമയം പോലും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഓക്കെ, ഇത് എങ്ങനെയാ ചെയ്യുന്നത് പറയാം. ഞാൻ നോക്കി, ഇവിടെ എക്സും വൈയും ഉണ്ട്. ഒരു ഇസഡും കൂടെ വന്നു കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ആവും. ഇവിടെ വൈയും ഇസഡും ഉണ്ട്. ഒരു എക്സും കൂടെ ഉണ്ടെങ്കിൽ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ആവും. ഇസഡും എക്സും ഉണ്ട്. ഒരു വൈയും കൂടെ വന്നാൽ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്. ഇവിടെ ഏതാണോ ആവശ്യമുള്ളത്, ഫസ്റ്റ് റോയ്ക്കകത്ത് എലമെന്റ്സിനകത്ത് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ആകാൻ ആവശ്യമുള്ളത് ഏതാണോ അത് സെക്കൻഡ് റോയിൽ കിടപ്പുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ പോരെ. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നതാണ് R1 implies R1 plus R2. തിരിച്ചു വേണമെങ്കിൽ ചെയ്യാം. R2 implies R2 plus R1 ചെയ്താലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ആൻസർ കിട്ടും. നോക്കി, അപ്പൊ ഫസ്റ്റ് റോ എന്ത് കിട്ടും, എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്. അടുത്തതോ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്, എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്. ഇവിടെ ഇസഡ് എക്സ് വൈ 1 1 1. ഇവിടെ വെച്ച് തന്നെ ഈക്വൽ ടു 0 വേണമെങ്കിൽ എഴുതാം. ഇല്ലെങ്കിൽ കുറച്ചും കൂടെ ക്ലാരിറ്റിക്ക് ഫസ്റ്റ് റോയിൽ നിന്ന് നമുക്ക് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഇങ്ങനെ കോമൺ എടുത്തുകൂടെ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏതെങ്കിലും ഒരു റോയില് ഒരു എലമെന്റ് കോമൺ എടുക്കുകയാണെങ്കിൽ അത് പുറത്തെടുക്കാം. ഒരു കോളത്തിലുണ്ടെങ്കിൽ നമുക്ക് അത് പുറത്തെടുക്കാം. ഓക്കെ, ഫസ്റ്റ് റോയിൽ എല്ലായിടത്തും എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഉണ്ട്. അത് കോമൺ എടുത്തു കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് കോമൺ എടുത്താൽ പിന്നെ എന്താ വരുന്നത്, ഇവിടെ 1 1 1. ഈ കോമൺ എടുക്കാൻ വെച്ചാൽ എന്ത് ഉദ്ദേശിക്കുന്നത്, ഡിവൈഡ് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. അപ്പം ഇസഡ് എക്സ് വൈ ഇവിടെയാണെങ്കിൽ 1 1 1. ഓക്കെ, അപ്പൊ എന്ത് സംഭവിച്ചു, ഇവിടെ ഫസ്റ്റ് റോയും തേർഡ് റോയും എന്തായി, ഐഡന്റിക്കൽ ആയി, ഈക്വൽ ആയി. സോ ദ വാല്യൂ ഓഫ് ഡിറ്റർമിനന്റ് ഇസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഇൻടു 0 എന്ന് കിട്ടും. ഫൈനൽ റിസൾട്ട് എന്തോ 0. പിടി കിട്ടുന്നുണ്ടോ? ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ വാല്യൂ നമുക്ക് 0 എന്ന് കിട്ടും. അപ്പം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പറയാൻ വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് കുറെ തവണ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 1A BC 1B CA 1CA ഈക്വൽ ടു, നമുക്ക് ഇതിന്റെ വാല്യൂ പ്രൂവ് ചെയ്യേണ്ടത് ഈക്വൽ ടു A മൈനസ് ബി. ഇപ്പം ക്വസ്റ്റ്യൻ ഇതാണ്, പ്രൂവ് ദാറ്റ് ഇസ് ഈക്വൽ ടു A മൈനസ് ബി ഇൻറ്റു B മൈനസ് സി ഇൻറ്റു C മൈനസ് എ. A മൈനസ് ബി ഇൻറ്റു B മൈനസ് സി ഇൻറ്റു C മൈനസ് എ. ഇതാണ് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം ഈ ക്വസ്റ്റ്യന്റെ ഇതിന്റെ വാല്യൂ ഇത് കിട്ടുന്നത് തെളിയിക്കാം. അപ്പൊ ഇത്തരം ടേംസുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ നമ്മൾ നോക്കുക. അതിനുവേണ്ടി വേറെ ഒന്നും ചെയ്യേണ്ടത് മാക്സിമം സീറോസ് ഉണ്ടാക്കാൻ നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടേണ്ട ആൻസർ ഞാൻ ജസ്റ്റ് സൈഡിലൂടെ എഴുതിയിട്ടേക്കാം. A മൈനസ് ബി ഇൻറ്റു B മൈനസ് സി ഇൻറ്റു C മൈനസ് എ. ഓർഡർ ഒക്കെ ശ്രദ്ധിച്ചോണം.
ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇവിടെ രണ്ടിടത്തും 0 ആക്കാൻ പോകും. അപ്പൊ അതെങ്ങനെയാ കിട്ടുന്നത്? R2 implies R2 minus R1, R3 implies R3 minus R1. രണ്ടിടത്തും R1 ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് R1 ചേഞ്ച് ഒന്നുമില്ല. 1A BC. ഇവിടെയാണെങ്കിലോ 0 കിട്ടും. B മൈനസ് A. ഇവിടെയാണെങ്കിൽ CA മൈനസ് BC. ഇവിടെ 0. അതുപോലെ C മൈനസ് A, AB മൈനസ് BC. ഓക്കെ, ഇനി ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യുന്നു. എനിക്ക് വേണ്ടുന്ന ടേംസുകൾ ഏതെങ്കിലും ഇവിടെ ഉണ്ടോ നോക്കിയേ. ബി മൈനസ് എ, എനിക്കിവിടെ എ മൈനസ് ബി ആണ് വേണ്ടുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് ബി മൈനസ് എ തന്നെ ഇടാം, ഇല്ലെങ്കിൽ എ മൈനസ് ബി ആക്കാൻ എന്ത് ചെയ്താൽ മതി, നെഗറ്റീവ് കോമൺ എടുത്ത്. കാര്യം ഇവിടുന്ന് സി എ എ ബി, ഞാൻ ഫസ്റ്റ് റോ ഇപ്പൊ തൽക്കാലം അതുപോലെ തന്നെ എഴുതുന്നു. 1A BC, 0 B മൈനസ് എ സി മൈനസ് ബി എന്നാണ്. അപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങനെ ഏതെങ്കിലും റോയിന്നോ കോളത്തിന്നോ കോമൺ എടുക്കാൻ പറ്റുമെങ്കിൽ അത് കോമൺ എടുത്തങ്ങ് പുറത്ത് കൊണ്ടുവരണം. ഓക്കെ, ഇവിടെ ഒരു ബി മൈനസ് എ വരുന്നുണ്ട്. ഇവിടെ നിന്നാണെങ്കിൽ സി എ ഉണ്ട്, ബി സി. അതിന് എന്ത് കോമൺ എടുക്കാം? സി കോമൺ എടുത്തു കഴിഞ്ഞാൽ എ മൈനസ് ബി വരും. അപ്പൊ ഈ റോയില് ഒരിടത്ത് എ മൈനസ് ബി, ഒരിടത്ത് ബി മൈനസ് എ ആണ്. രണ്ടിടത്ത് എ മൈനസ് ബി ആയിരുന്നു നമുക്ക് എളുപ്പമാണ്. അപ്പൊ ബി മൈനസ് എക്കകത്ത് നമ്മൾ എങ്ങനെ എ മൈനസ് ബി ഉണ്ടാക്കി എടുക്കുന്നത്? നെഗറ്റീവ് കോമൺ എടുത്താൽ മതി. അപ്പൊ 0 ബി മൈനസ് എ നമുക്ക് എങ്ങനെ എടുക്കാം? മൈനസ് ഓഫ് എ മൈനസ് ബി. കറക്റ്റ് അല്ലേ? മൈനസ് ഓഫ് എ മൈനസ് ബി വെച്ചാൽ മൈനസ് എ പ്ലസ് ബി, ദാറ്റ് ഈസ് ബി മൈനസ് എ. ഇവിടെ നിന്ന് എന്ത് കോമൺ എടുക്കാം? സി കോമൺ എടുത്തു. സി കോമൺ എടുത്താൽ എ മൈനസ് ബി. ഇപ്പൊ നിങ്ങൾ ഈ റോ നോക്കി, ഇതിനകത്തുനിന്ന് ഒരു എ മൈനസ് ബി ഇവിടെ ഇവിടെ ഉണ്ട്. 0ക്കകത്ത് പിന്നെ എന്ത് വേണമെങ്കിലും ഏത് നമ്പർ വേണമെങ്കിലും കോമൺ എടുക്കാം. കാര്യം 0നെ ഏത് നമ്പറും ഡിവൈഡ് ചെയ്താലും 0 തന്നെയാണ്. അപ്പൊ ഇവിടെയും എ മൈനസ് ബി കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇവിടെയും എ മൈനസ് ബി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ ആണല്ലോ. അടുത്തത് 0 സി മൈനസ് എ ആണോ നമുക്ക് വേണ്ടുന്നത്? നമുക്ക് വേണ്ടുന്നത് സി മൈനസ് എ തന്നെയാണ്. അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് പോയാൽ കുറച്ചുകൂടെ എളുപ്പമാണ്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള സി മൈനസ് എ അതുപോലെ അവിടെ ഇട്ടു. എ ബി മൈനസ് ബി സി, എന്താ കോമൺ എടുക്കാനുള്ളത്? ബി അല്ലേ കോമൺ എടുക്കാനുള്ളത്? ബി കോമൺ എടുത്തു കഴിഞ്ഞാൽ എ മൈനസ് സി എന്ന് കിട്ടും. ഓക്കെ, ബി കോമൺ എടുത്താൽ എ മൈനസ് സി ആ കിട്ടും. പക്ഷെ നമുക്ക് വേണ്ടുന്ന ഏതായിരുന്നു? സി മൈനസ് എ അല്ലേ? അപ്പൊ അവിടുന്ന് കോമൺ എടുത്താൽ കറക്റ്റ് ആവുമോ? ഇല്ല. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബിക്ക് പകരം എന്ന് ഡയറക്റ്റ് നമുക്ക് ബി ആണ് ഇവിടെ കോമൺ എടുക്കാൻ പറ്റുന്നത്. പക്ഷെ നമുക്ക് ആവശ്യമുള്ള ടേമും കൂടെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പൊ സി മൈനസ് എ ആയതുകൊണ്ട് ബിക്ക് പകരം ഞാൻ മൈനസ് ബി കോമൺ എടുക്കുന്നു. മൈനസ് ബി കോമൺ എടുക്കുമ്പോൾ എന്ത് വരും? മൈനസ് എ പ്ലസ് സി, അല്ലെങ്കിൽ സി മൈനസ് എ. കറക്റ്റ് അല്ലേ? മൈനസ് ബി ഇൻറ്റു സി മൈനസ് ബി സി, അതിവിടെ ഉണ്ട്. മൈനസ് ബി ഇൻറ്റു മൈനസ് എ പ്ലസ് എ ബി, അതും ഉണ്ടല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് സെക്കൻഡ് റോയിൽ നിന്നും തേർഡ് റോയിൽ നിന്നും നമ്മൾ എന്ത് കോമൺ എടുക്കുന്നു? സെക്കൻഡ് റോയിൽ നിന്ന് എ മൈനസ് ബിയും തേർഡ് റോയിൽ നിന്ന് സി മൈനസ് എയും കോമൺ എടുക്കുന്നു. അപ്പൊ എ മൈനസ് ബി കോമൺ എടുത്തു, അതേപോലെ സി മൈനസ് എയും കോമൺ എടുത്തു. എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്തൊക്കെയാ? 1A BC. ഇവിടെയാണെങ്കിൽ 0 മൈനസ് 1 സി. ഇവിടെയാണെങ്കിൽ 0 1 മൈനസ് ബി. വേണമെങ്കിൽ ഈ മൈനസ് 1 1 ഉപയോഗിച്ച് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇത് 0 ആക്കാം. പിന്നെ ഒരു സ്റ്റെപ്പ് കൂടെ എക്സ്ട്രാ എഴുതേണ്ട കാര്യമില്ല, നമുക്ക് ഡയറക്റ്റ് അങ്ങ് ചെയ്യുന്നത് നല്ലത്. ഫസ്റ്റ് കോളം കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പൊ ഓൾറെഡി ഒരു എ മൈനസ് ബിയും സി മൈനസ് എയും ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് റോ കൊണ്ട് ചെയ്യുമ്പോൾ എങ്ങനെയാ? 1 ഇൻറ്റു അത് ഉൾപ്പെടുന്ന റോയും കോളം പോയാൽ മൈനസ് 1 ഇൻറ്റു മൈനസ് ബി എന്ത് കിട്ടും? ബി ആണ്. മൈനസ് 1 ഇൻറ്റു സി സി. ഓക്കെ, ബാക്കി പിന്നെ എല്ലാം 0 ഇൻറ്റു 0 എന്ന് വരുന്നത്. അപ്പൊ അത് ചെയ്യണ്ട. അപ്പൊ എന്ത് കിട്ടും? എ മൈനസ് ബി ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു ഇതാണെങ്കിലോ ബി മൈനസ് സി. പിന്നെ നമുക്കൊന്ന് ഓർഡർ ആക്കി എഴുതിയാൽ പോരെ? എ മൈനസ് ബി ഇൻറ്റു ബി മൈനസ് സി ഇൻറ്റു സി മൈനസ് എ. നമുക്ക് ആവശ്യമായ നമ്മുടെ ആൻസർ ആയല്ലോ. പിടികിടുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഡയറക്റ്റ് നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫോമിലേക്ക് കൊണ്ടെത്തിക്കാൻ ഇത്തിരി പ്രയാസമാണ്. കാര്യം നമുക്ക് എല്ലാം സ്ക്വയർ ടൈമിലും ഇപ്പൊ ഒരു എ ബി സി എന്നൊക്കെയുള്ള ടൈമിലൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇതിനെ എക്സ്പാൻഡ് ചെയ്യണം. ഇതിനെ ഡയറക്റ്റ് എക്സ്പാൻഡ് ചെയ്ത് LHS ഓ RHS ഓ ഈക്വൽ തെളിയിക്കാം. പക്ഷെ അതിനേക്കാളും എളുപ്പം നമുക്കിതാണ്. കിട്ടിയോ? ഇതാണ് നമ്മൾ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്തിട്ട് ഡിറ്റർമിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, തരത്തില ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്കൊന്ന് നോക്കാം. ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. വൺ പ്ലസ് എ 1 1 1 1 പ്ലസ് ബി 1 1 1 1 പ്ലസ് സി.
നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് പ്രൂവ് ദാറ്റ് ദിസ് വൺ ഇസ് ഈക്വൽ ടു ABC into 1 plus 1 by A plus 1 by B plus 1 by C അല്ലെങ്കിൽ ഈക്വൽ ടു ABC plus BC plus AC plus AB. AC അല്ലെങ്കിൽ സി എന്ന് അവർ സി എന്നാണ് എഴുതിയിരിക്കുന്നത്. സി ഇത് രണ്ടും തെളിയിക്കണതാണ്. പക്ഷെ അത് രണ്ട് പ്രൂഫ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും. കാര്യം എന്താ, ഈ എ ബി സി അകത്തോട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എ ബി സി ഇൻറ്റു 1 എ ബി സി ഇൻറ്റു 1 ബൈ അപ്പൊ എയും ക്യാൻസൽ ബൈ ബി സി, ദെൻ എ ബി സി ഇൻറ്റു ബി ആണെങ്കിൽ ബിയും ബിയും ക്യാൻസൽ ചെയ്തു, എ സി അല്ലെങ്കിൽ സി എ, പിന്നെ അവിടെ സിയും സിയും ക്യാൻസൽ ആക്കി എ. അപ്പൊ ശരിക്കും ഇത് തന്നെയാണ് ഇത്, അതിനകത്ത് മാറ്റമൊന്നുമില്ല. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം പ്രൂവ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തതങ്ങ് എഴുതി വെച്ചിരുന്നാൽ മാത്രം മതി, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഇതാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഇത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞ ഇവിടെയൊക്കെ നമുക്ക് കുറച്ച് ലോജിക്ക് ഉപയോഗിക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് എന്റെ ആൻസർ ഞാൻ ജസ്റ്റ് ഒന്ന് നമുക്ക് ആവശ്യമുള്ള ആൻസർ ഒന്ന് എഴുതി വെച്ചേക്കാം. ഏതായിരുന്നു? എ ബി സി ഇൻറ്റു 1 plus 1 by A plus 1 by B plus 1 by C is equal to ABC plus BC plus CA plus AB. ഇതായിരുന്നു നമ്മുടെ ആൻസർ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇത് രണ്ടിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചാൽ. ഓക്കെ, അപ്പൊ നോക്കാം. ഇപ്പൊ ഡയറക്റ്റ് നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റുന്ന ഫോമിൽ കിടക്കല്ലോ. ഒന്നാമത്തെ കാര്യം, നമുക്ക് ആവശ്യമുള്ള 1 by A 1 by B 1 by C ഇതൊന്നും ഇല്ല. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? സീറോസ് ഉണ്ടാക്കി എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആഡ് ചെയ്താൽ ഈ 1 by ആ ഫ്രാക്ഷൻ പോലെ നമുക്ക് കൊണ്ടുവരാൻ ഭയങ്കര പ്രയാസമാണ്. നമുക്ക് ഡയറക്റ്റ് ആൻസർ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് സെക്കൻഡ് ഫോമിലേക്ക് എത്തിച്ചിട്ട് പിന്നെ വേണമെങ്കിൽ അതിന് എ ബി സി കോമൺ എടുത്ത് വേണമെങ്കിൽ ചെയ്യാം. ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ആ രീതി ചെയ്യാം. ഇല്ലെങ്കിൽ വേറൊരു മെത്തേഡ് ഉണ്ട് ഇതിനകത്ത്. ഈ 1 by A 1 by B 1 by C കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് റോയിൽ നിന്നും എ കോമൺ എടുക്കും. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. അതെങ്ങനെ ഫസ്റ്റ് റോയിൽ നിന്ന് എ കോമൺ എടുക്കും? അത് ഒരു ടൈമിൽ നിന്ന് പോലും എ കോമൺ എടുക്കാനില്ല. ഈ ഫസ്റ്റ് ടേമിനകത്ത് ഫസ്റ്റ് റോയ്ക്കകത്ത് നിന്ന് എ കോമൺ എടുക്കണമെങ്കിൽ ഇന്നത്തെ ഫസ്റ്റ് ടേമിൽ പോലും എ കോമൺ എടുക്കാനില്ല. അപ്പൊ പിന്നെ എങ്ങനെ എടുക്കുന്നത്? അപ്പൊ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഡിവൈഡ് ചെയ്തെങ്കിൽ പുറത്തെടുക്കുന്നേ ഉള്ളൂ. അപ്പൊ ഫസ്റ്റ് ഇപ്പൊ കോമൺ എടുക്കാന്ന് വെച്ചാൽ ഡിവൈഡ് ചെയ്ത് പുറത്തെടുക്കുകയാണ്. അപ്പൊ ആ ടേം അതുപോലെ അങ്ങ് എഴുതിയിരുന്നാൽ മതി. അപ്പൊ അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. അപ്പൊ നോക്കിക്കോളൂ, ഞാൻ ഫസ്റ്റ് റോയ്ക്കകത്ത് നിന്ന് എ കോമൺ എടുത്താൽ 1 plus A by A എന്നല്ലയോ? അപ്പൊ ഫസ്റ്റ് ടൈം വരുന്നത് 1 plus A by A ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 by A plus 1 അല്ലെങ്കിൽ 1 plus 1 by A എന്ന് കിട്ടും. തിരിച്ച് എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ടേം തന്നെയല്ലേ കിട്ടേണ്ടത്. ഈ കോമൺ എടുക്കുന്ന ടേം തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ റോ തന്നെ കിട്ടണം. ഓക്കെ, 1-നകത്ത് എ കോമൺ എടുത്താൽ 1 by A, ഈ 1-നകത്ത് എ കോമൺ എടുത്താൽ 1 by A. അപ്പൊ ഫസ്റ്റ് റോയ്ക്കകത്ത് എ കോമൺ എടുത്തപ്പോൾ നമുക്ക് കിട്ടിയതാണ് 1 plus 1 by A 1 by A 1 by A. കറക്റ്റ് ആണ്. ഒന്നുകൂടെ നോക്കിയേ, A into 1 plus 1 by A എന്താ? A into 1 എന്ന് വെച്ചാൽ A ആണ്. A into 1 by A എന്ന് പറയുമ്പോൾ 1 കിട്ടും. അപ്പൊ A plus 1 അല്ലെങ്കിൽ 1 plus A. അതേ രീതിയിൽ സെക്കൻഡ് റോയിൽ ഞാൻ B കോമൺ എടുക്കുന്നു. സെക്കൻഡ് റോയിൽ നിന്ന് B കോമൺ എടുത്താൽ എന്ത് കിട്ടും? 1 by B 1 plus 1 by B എന്ന് വെച്ചാൽ 1 by B plus 1 എന്നാണേ. അത് ഞാൻ ഓർഡർ മാറ്റി എഴുതുന്നേ ഉള്ളൂ. അടുത്തത് 1 by B. അതേപോലെ അടുത്ത റോയ്ക്കകത്ത് C കോമൺ എടുക്കുന്നപ്പോ 1 by C 1 by C 1 plus 1 by C. ഓക്കെ ആണല്ലോ? ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി നമുക്ക് ഈ ടേം കൊണ്ടുവരണം. എ ബി സി നമുക്ക് ആവശ്യമുള്ള എ ബി സി കിടപ്പുണ്ട്. ഇനി ഇതാണ്ട് ഈ ടേം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്ന അറിയാമോ? ഈ ഫസ്റ്റ് റോയ്ക്കകത്ത് 1 plus 1 by A ഉണ്ട്. ഒരു 1 by B 1 by C. അപ്പൊ എന്ത് ചെയ്യാം? എ ബി സി ഇൻടു നമുക്ക് എടുക്കാം R1 implies R1 plus R2 plus R3. ഇപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നും, അതിങ്ങനെ ഈ 3 റോയുടെയും കൂടെ ഓപ്പറേഷൻ നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആദ്യം ചെയ്യുകയാണെങ്കിൽ R1 implies R1 plus R2. അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും അപ്പൊ മാറിയ പുതിയ R1 വീണ്ടും R3 ആഡ് ചെയ്യും. അപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ആ ഫസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? R1 എന്ന് പറയുന്നത് R1 plus R2 ആയിരുന്നു. അപ്പൊ ഇതാണ് പുതിയ R1 ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ? അതിനോട് അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും R3 ആഡ് ചെയ്തേക്കാണ്. ഇത്ര നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ആദ്യം ഉണ്ടാകുന്ന ചേഞ്ചുകൾ ഒരു രീതിയിലും R3യെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? അടുത്ത സ്റ്റെപ്പിൽ R3 ആഡ് ചെയ്യുന്നതും ഇത് മൂന്നോട് ഒരുമിച്ച് ചെയ്യുന്നതിനകത്ത് ഒരു ചേഞ്ചും ഉണ്ടാകത്തില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അതിലെ കുറച്ച്
ഫ്രീഡം കാര്യങ്ങളൊക്കെ നമുക്ക് ഡിറ്റർമിനൻസിന് കിട്ടുന്നുണ്ട്. എന്തിനെ അപേക്ഷിച്ചിട്ട് മെട്രിക്സിന്റെ ഈ ഓപ്പറേഷൻസ് നടത്തുമ്പോൾ കിട്ടുന്നതിനേക്കാൾ കുറച്ചും കൂടെ കാര്യമായിട്ട് നമുക്ക് എവിടെ ചെയ്യാൻ പറ്റും? ഡിറ്റർമിനന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഇത് എങ്ങനെ വരുന്നേ? ഞാൻ ചെയ്യുന്നത് എന്തായിരുന്നു? R1 implies R1 plus R2 plus R3 അല്ലെ? അപ്പൊ ഇവിടെ എന്ത് വരും? 1 plus 1 by A plus 1 by B plus 1 by C. കറക്റ്റ് അല്ലേ? ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുന്നത്. അപ്പൊ 1 plus 1 by A plus 1 by B plus 1 by C. ഇവിടെയാണെങ്കിലോ 1 plus 1 by A plus 1 by B plus 1 by C. ഇവിടെയും 1 plus 1 by A plus 1 by B plus 1 by C. ഓക്കെ, ഇവിടെ 1 by B, ഇതിന് മാറ്റമൊന്നുമില്ല. 1 plus 1 by B. ഇവിടെയോ 1 by B, 1 by C, 1 by C, 1 plus 1 by C. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്തു? ഇവിടെ എല്ലാം ഫസ്റ്റ് റോയിലെ എലമെന്റ്സ് എല്ലാം സെയിം ആണ്, അതിന് കോമൺ എടുക്കും. അപ്പം ABC ഇൻറ്റു 1 plus 1 by A plus 1 by B plus 1 by C. ഡിറ്റർമിനന്റ് ഓഫ് ബാക്കി എന്താ? 1 1 1 1 by B, 1 plus 1 by B, 1 by B. അതേപോലെ 1 by C, 1 by C, 1 plus 1 by C. ഇനി നോക്കിയേ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് എക്സ്പാൻഡ് ചെയ്തു പോവാം. ഇല്ലെങ്കിൽ ഈ ഫസ്റ്റ് കോളം ഉപയോഗിച്ചാണ് ഇത് രണ്ടും എന്ത് ചെയ്യുക? 0 ആക്കുക. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുമ്പോൾ ABC ഇൻറ്റു 1 plus 1 by A plus 1 by B plus 1 by C ഇൻറ്റു ഇവിടെ ചെയ്യാൻ പോകുന്ന ഓപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് R2 നെ ചേഞ്ച് ചെയ്യുന്നു. R2 implies, സോറി R2 അല്ല C2 ആണ്. C2 implies C2 minus C1. അതുപോലെ C3 implies C3 minus C1. രണ്ടിടത്തും ഫസ്റ്റ് കോളം ഉപയോഗിച്ച് ബാക്കി രണ്ടും 0 ആക്കാണ്. ഫസ്റ്റ് കോളത്തിന് ചേഞ്ച് ഒന്നുമില്ല. 1 1 by B 1 by C. ഇവിടെയാണെങ്കിലോ 0 1 plus 1 by B minus 1 by B എന്ന് പറയുന്നത് ഇവിടെ 1 കിട്ടും. ഇവിടെയാണെങ്കിൽ 0 കിട്ടും. ഇവിടെയും ഇവിടെ 0 1 0. ഇവിടെയാണെങ്കിലോ 0 0 1 plus അതായത് 1 by B minus 1 by B 0 ആണ്. 1 plus 1 by C minus 1 by C 1 കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഫസ്റ്റ് റോ കൊണ്ട് എക്സ്പാൻഡ് ചെയ്യും. ഫസ്റ്റ് റോ കൊണ്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ബാക്കി ഞാൻ ഇങ്ങോട്ട് എഴുതുകയാണ്. ഓൾറെഡി നമുക്ക് എന്തുണ്ട്? അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ എഴുതി നിർത്താവുന്നതേ ഉള്ളൂ അല്ലെ? ABC ഇൻറ്റു 1 plus 1 by A plus 1 by B plus 1 by C ഇൻറ്റു ഫസ്റ്റ് റോ ചെയ്യുമ്പോൾ 1 ഇൻറ്റു അത് ഉൾപ്പെടുന്ന റോയും കോളവും പോയി കഴിഞ്ഞാൽ ബാക്കി 1 മൈനസ് 0. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? ഇത് 1 ഇൻറ്റു 1 മൈനസ് 0 വെച്ചാൽ 1 ആണ്. അപ്പൊ റിസൾട്ട് ഈക്വൽ ടു എങ്ങനെയാ വരുന്നേ? ABC ഇൻറ്റു 1 plus 1 by A plus 1 by B plus 1 by C എന്ന നമുക്ക് ആൻസർ കിട്ടും. ഇതിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഒരു റിസൾട്ട് ആണ്. ഇറ്റ് ഈക്വൽ ടു വീണ്ടും അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ABC പ്ലസ് മറ്റേത് അങ്ങ് എഴുതിയാൽ മതി. എന്തോ BC പ്ലസ് CA പ്ലസ് AB ആൻസർ. അങ്ങനെ രണ്ട് റിസൾട്ടും ഇവിടെ കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പൊ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്ത് നമ്മൾ ആ റിസൾട്ടിലേക്ക് എത്തിച്ചു. ഓക്കെ, അപ്പം കുറച്ച് നമ്മളെ പ്രോപ്പർട്ടീസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഒപ്പം പിന്നെ കുറച്ച് ലോജിക് കൂടെ അപ്ലൈ ചെയ്താൽ നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻസ് വളരെ കൃത്യമായിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. ഈ ടൈപ്പ് കുറെ ക്വസ്റ്റ്യൻസ് വരുന്നതാണ് നമ്മളുടെ അടുത്ത എക്സസൈസ്. അപ്പൊ ഇന്ന് ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പിടിയിട്ടെന്ന് വിശ്വസിക്കുന്നു. കുറച്ചും കൂടെ കൂടുതലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആ പ്രോപ്പർട്ടീസ് നല്ല വൃത്തിയായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതേപോലുള്ള ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത ദിവസം കാണാം. ഓക്കെ, താങ്ക് യു.